പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടുന്ന് പോയി. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ശിശുക്കളെ പോലെ ആകുന്നതിന് വേണ്ടി തന്നെ. മാതാപിതാക്കൾ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ പുരോഹിതന്റെ അടുത്ത് ചെന്ന് അവരുടെ കൈകളിൽ നിറയെ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മക്കളെ ആശീർവദിച്ചെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാകുമ്പോൾ ആ മക്കൾ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലൊക്കെ വളരുവാനായിട്ടിടയാകും. മക്കളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതും പ്രാർത്ഥിപ്പിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. വളരും തോറും അവർ ദൈവത്തെ സ്നേഹിക്കുവാനും അവരെ സ്നേഹിക്കുവാനായിട്ടും പഠിക്കും. ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ മാലാഖമാരെ പോലെ സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ശിശുക്കളെ പോലെ ആക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപയും നമ്മൾക്ക് ലഭിക്കണം. എല്ലാം മറക്കുവാനുള്ള കൃപയും നമ്മൾക്ക് ലഭിക്കണം. ശിശുസഹജമായ ആ പ്രകൃത സ്വഭാവം നമ്മൾക്ക് നേടിയെടുക്കാം. ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കാം. ശിശുക്കൾ മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നത് പോലെ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും എല്ലാ തീരുമാനങ്ങളിലും എല്ലാത്തിലും ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.